നമ്മൾ അടുക്കളയിൽ പാചകം എങ്ങനെ പെട്ടെന്ന് ചെയ്തു തീർക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും സ്റ്റൂ ആണ്. ഈ പുട്ടിനൊരു കഥ പറയാനുണ്ട്, ഇത് അവസാനം പറയാം. ഈ വീഡിയോയിലൂടെ ടൈം എങ്ങനെ മാനേജ് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത്, അല്ലാതെ അതിൻ്റെ പ്രിപ്പറേഷൻ അല്ല കാര്യമായിട്ട് കാണിക്കുന്നത്. പുട്ട് നനച്ച് വെക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നതിനാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് പുട്ടുപൊടി ഇട്ടതിന് ശേഷം അത് നനയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉപയോഗിക്കുക. ഇവിടെ ഞാൻ അജ്മിയുടെ പുട്ടുപൊടിയാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കണക്ക് പ്രകാരം അത് നമ്മൾ ഒരു ഗ്ലാസ് അജ്മി പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ ഒരു ഗ്ലാസ് തന്നെ വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് അവിടെ വെച്ചാൽ മതി. നമ്മൾ കുഴക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ 2.5 ഗ്ലാസ് പൊടിയും അതുപോലെ 2.5 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പുമാണ് ഇട്ടത്. ഇത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, കിഴങ്ങ് എന്നിവ എടുത്ത് വയ്ക്കാം. സ്റ്റൂവിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൂവിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കുക്കർ അടുപ്പത്ത് വെക്കുക. വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെക്കാം. സ്റ്റൂവിലേക്ക് ക്യാരറ്റ് നിർബന്ധമാണ്, പക്ഷേ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാത്തത്. ഈ സമയം കൊണ്ട് വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് സ്പൈസസും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി നമുക്ക് കുക്കർ അടയ്ക്കാം. ഒരു 2 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് പുട്ടിലേക്കും സ്റ്റൂവിലേക്കുമുള്ള തേങ്ങ ചിരകി വെക്കാം. ഇപ്പോൾ കുക്കറിൽ വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. അതുപോലെ ഒരു 1/2 കഷ്ണം തക്കാളി മുറിച്ച് വെക്കാം. ഇനി കുക്കർ തുറന്ന് അതിലേക്ക് തക്കാളി ഇടുക. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒരു 2 മിനിറ്റോളം തിളപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. സ്റ്റൂവിലേക്ക് തേങ്ങ അരച്ചോ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുത്തോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ തേങ്ങ അരച്ചിട്ടാണ് ചേർക്കുന്നത്. വീണ്ടും ഒരു 2 മിനിറ്റോളം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില, മല്ലിയില, ചതച്ച കുരുമുളക് എന്നിവ ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ 1 ടീസ്പൂണോളം ഒഴിച്ച് നമുക്ക് കറി വാങ്ങി വയ്ക്കാം. ഇനി പുട്ടിൻ്റെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരു കഥ പറയാനുണ്ടെന്ന്. ഞങ്ങളുടെ ഇവിടെ പുട്ടും കുറ്റിയുടെ ചില്ല് കാണാനില്ല, ഒരാഴ്ചയോളമേ ചില്ല് കാണാതായിട്ട്. അതുകൊണ്ട് ഇഡ്ഡലിത്തട്ടിൽ ആവി കയറ്റിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പുട്ടുണ്ടാക്കാറ്. ഇഡ്ഡലി ചെമ്പ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ള ഈ തൊള പ്ലേറ്റിലാണ് ഞങ്ങൾ ആവി കയറ്റാറ്. ഇതിൽ ചിരകിയ തേങ്ങ ഇട്ടതിന് ശേഷം സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പുട്ടുപൊടിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഈ സമയം കൊണ്ട് ഗ്യാസിൽ ഒരു പുട്ടും തൂക്ക് വെച്ച് ആവി വരുമ്പോൾ അതിലേക്ക് പുട്ടുകുറ്റി നിറച്ച് നമുക്കത് വെച്ച് ഒരു 5 മിനിറ്റോളം ആവി വരാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പുട്ട് തയ്യാറാകും. അടുക്കള ജോലി എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജോലി കഴിയാൻ കാത്തു നിൽക്കാതെ അതിനുള്ള ഇടവേളകളിൽ മറ്റ് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയാൽ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഒരിക്കലും തോന്നില്ല. എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്തു നോക്കും.